സാർ, കേരളവും തമിഴ്നാടും തമ്മിൽ നിരന്തരം തർക്കം നടക്കുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ ആശങ്കയെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും പുതിയ വിവരങ്ങൾ, കേരളവും തമിഴ്നാടും തമ്മിൽ ഇതിലൊരു തർക്ക പരിഹാരത്തിലേക്ക് കടക്കാനുള്ള സാധ്യത ഇപ്പോൾ തെളിഞ്ഞു വരുന്നതായി തോന്നുന്നുണ്ടോ? കേന്ദ്ര ഗവൺമെന്റിന്റെ ജല കമ്മീഷൻ, സെൻട്രൽ വാട്ടർ കമ്മീഷന് ഒരു കത്ത് സീരിയസ് ആയിട്ട് കേരളത്തിലെ ഈ മുല്ലപ്പെരിയാർ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞൊരു സമിതിയുണ്ട്, കൊച്ചി കേന്ദ്രമായി. അവർ 87 ദിവസമായിട്ട് ഒരു സമരത്തിലാണ്. ഈ സമരമൊന്നും അങ്ങനെ സീരിയസ് ആയിട്ട് കേരളത്തിൻ്റെ പൊതുമാധ്യമങ്ങൾ എത്ര കണ്ട് എടുത്തിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ 87 ദിവസമായിട്ട് അവരവിടെ നിരാഹാരവും അല്ലാതെയൊക്കെയുള്ള സമരത്തിലാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? എല്ലാ പ്രധാനമന്ത്രിയും മന്ത്രിമാർക്കും എല്ലാവർക്കും ഒരു കത്തുകൾ എഴുതി. അക്കൂട്ടത്തിൽ ജല കമ്മീഷന് ഒരു കത്തെഴുതി. ജല കമ്മീഷൻ്റെ മറുപടി വന്നു. പക്ഷേ അത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. കാരണം 130 വർഷമായിട്ട് തർക്കത്തിൽ കിടക്കുന്ന ഒരു വിഷയത്തിൽ ഒരു പോസിറ്റീവായ ഒരു ചെറിയ ലൈറ്റ് കിട്ടിയാലും അതിൽ പിടിച്ച് കയറണമല്ലോ. ചെറിയ നൂലാണെങ്കിൽ അതിൽ പിടിച്ച് കയറണം. അതിപ്പോൾ അവർ അതായത് സുപ്രീം കോടതി ഒരു എംപവർമെൻറ്റ് കമ്മിറ്റി വെച്ചിരുന്നു. അല്പം ചരിത്രമുണ്ട് അതിനകത്ത്. എംപവർ കമ്മിറ്റി, ജസ്റ്റിസ് ആനന്ദും നമ്മുടെ ജസ്റ്റിസ് കെ ടി തോമസ് കേരളത്തിന് വേണ്ടി ഒരു ജസ്റ്റിസ് ആനന്ദും, അങ്ങനെ തമിഴ്നാടിന് വേണ്ടി ഒരു ജസ്റ്റിസ്, അങ്ങനെ 3-4 പേരുള്ള ഒരു കമ്മിറ്റി വെച്ചിരുന്നു. ഈ കമ്മിറ്റി 2 നിർദ്ദേശം വെച്ചു. ഒന്നുകിൽ പുതിയ ഡാം, ഇപ്പോഴുള്ള ഡാം അവിടെ നിൽക്കട്ടെ, പുതിയത് കെട്ടിയിട്ട് ഇതിൻ്റെ ഡീകമ്മീഷൻ ചെയ്ത് വരിക എന്നാണ് പറയുന്ന വാക്ക്. ഡീകമ്മീഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കപ്പാസിറ്റി കുറച്ച് കൊണ്ടുവരിക എന്നാണ് അർത്ഥം. അപ്പോൾ ഇപ്പോൾ 146 ആണെങ്കിൽ 136 കുറച്ച് കൊണ്ടുവന്ന് അതിൻ്റെ ഒരു നിൽക്കാൻ പറ്റുന്ന അതിൻ്റെ ബലത്തിനനുസരിച്ച് നിൽക്കാൻ പറ്റുന്ന കപ്പാസിറ്റിയിൽ വെള്ളം കൊണ്ടുവരുന്നില്ല. അതിന് കമ്മീഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ പുതിയത് കൊണ്ടുവരിക. ഡീകമ്മീഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ പുതിയ ഒറിജിനലിൽ നിന്ന് താഴേക്ക് പോകുക എന്നുള്ളതാണ്. കുറച്ചുണ്ട്. അപ്പോൾ ഡീകമ്മീഷനിങ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നു, പുതിയ ഡാം എന്നൊരു കൺസെപ്റ്റ് വന്നു, പുതിയ ഡാം. അതേ എംപവർമെന്റ് കമ്മിറ്റിയാണ് കേട്ടോ, അല്ലാതെ അവർ വേറെ ജുഡീഷ്യൽ കമ്മിറ്റി ഒന്നുമല്ല. അപ്പോൾ അവർക്ക് നിർദ്ദേശം വയ്ക്കാനേ പറ്റുള്ളൂ. ഒരു എംപവർമെന്റ് കമ്മിറ്റി പറഞ്ഞ 2ാമത്തെ നിർദ്ദേശമാണ് മുല്ലപ്പെരിയാറിൽ നിന്ന് 50 മീറ്ററുള്ള ഒരു ടണൽ നിർമ്മിച്ച് അതിലേക്ക് വെള്ളം കൊണ്ടുപോയി ഈ മഴക്കാലത്തും ഓവറായി വരുന്ന വെള്ളത്തെ കൊണ്ടുപോയി തമിഴ്നാട് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഇവിടുത്തെ പ്രഷർ കുറയ്ക്കാൻ പറ്റും, നമ്മുടെ ഡാമിൻ്റെ പ്രഷർ കുറയ്ക്കാൻ പറ്റും. ഡാമിൻ്റെ ഒരു കപ്പാസിറ്റി ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ കുറേ കൂടി പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നുള്ള കൺസെപ്റ്റിലാണ് ഇങ്ങനെ വന്നത്. ഒന്നാമത് ഈ മേഘവിസ്ഫോടനം പോലുള്ള കാര്യങ്ങളൊക്കെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കളമശ്ശേരിയിൽ മേഘവിസ്ഫോടനം വന്നു, പിന്നെ പല സ്ഥലത്തും വന്നു. അങ്ങനെയൊക്കെ ഇടുക്കിയിൽ വലിയ മഴ വരികയാണെങ്കിൽ വലിയ പ്രശ്നമാണ്. ഡാം പൊട്ടുന്നത് 3 രീതിയിലാണ്. ഒന്നുകിൽ ഈ ഹൈഡ്രോളിക് ആസ്പെക്ട്, അതായത് ഞാൻ ഈ പറഞ്ഞ മഴ വെള്ളവുമായി ബന്ധപ്പെട്ട കാര്യം, അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഇൻസ്റ്റബിലിറ്റി, കെട്ടിയിരിക്കുന്ന സ്ട്രക്ചറിന് ഒരു ബലക്കുറവുണ്ടാവണം. അത് സ്ട്രക്ചറൽ ഇൻസ്റ്റബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ചുണ്ണാമ്പ് കല്ലും സുറുക്കിയും കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്. 130 വർഷത്തിന് മുമ്പേ കെട്ടിയതല്ലേ. ഒരു 130 വർഷമായിട്ട് സ്ട്രക്ചർ നിൽക്കുകയാണ്. പിരമിഡ് ലൈനിലൊക്കെ കെട്ടിയതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നതാണത്. പക്ഷേ ഈ സുർക്കിയും ചുണ്ണാമ്പും ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബലത്തെക്കുറിച്ചൊരു ആശങ്ക നമുക്കുണ്ട്, കേരളത്തിന് കൃത്യമായിട്ടുണ്ട്. മാത്രമല്ല IIT ഒക്കെ പഠിച്ചു തന്നിരിക്കുന്ന റിപ്പോർട്ടുകളും അത്ര പോസിറ്റീവ് അല്ല, ഇതിനകത്ത് പരിശോധിക്കണമെന്നുള്ള നിലയിലാണ്. അന്താരാഷ്ട്ര തലത്തിലും പറയുന്ന ഏജൻസികൾ പറയുന്നതും മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് സീരിയസ് ആയ ആശങ്ക ഉണ്ട്. അപ്പോൾ അത്രയും ആശങ്കകൾ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഒരു 10-4-5 ജില്ല, ഇപ്പോൾ എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട് പോകാൻ സാധ്യതയില്ല. നമ്മൾ പത്തനംതിട്ട, ഇങ്ങനെ ഒരു ആലപ്പുഴ, ഒരു 3-4 ജില്ല, കോട്ടയം, ഒരു 4-5 ജില്ലയെ സീരിയസ് ആയി ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കലാമിറ്റി ആയിരിക്കും പൊട്ടുകയാണെങ്കിൽ. മാത്രമല്ല ഇടുക്കി ഡാം എങ്ങനെ വരുമെന്ന് നമുക്കറിയില്ല. അത് വല്ലാത്തൊരു പിന്നെ എന്താണ് കലാമിറ്റി ആവുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. എന്നിട്ടും ഇത് നമ്മുടെ അപ്പൊ ഞാൻ പറഞ്ഞ 3ാമത്തെ കാര്യം ഇവിടെ പറഞ്ഞിട്ട് അതിലേക്ക് വരാം. സീസ്മിക് ആയിട്ടുള്ള ആക്ടിവിറ്റി, അതായത് ഭൂകമ്പം ഉണ്ടാവുകയാണെങ്കിൽ, ആ പ്രദേശത്ത് ഭൂകമ്പം ഉണ്ടായാലും ഡാമിന് പ്രശ്നം പറ്റും. അപ്പോൾ ഒന്നുകിൽ സീസ്മിക് ആയിട്ടുള്ള ആക്ടിവിറ്റി വരണം, അല്ലെങ്കിൽ ഹൈഡ്രോളിക് ആയിട്ടുള്ള വെള്ളവുമായി ബന്ധപ്പെടുത്തി വരണം, അല്ലെങ്കിൽ സ്ട്രക്ചറലായിട്ട് ബന്ധം. അപ്പോൾ ഇത്ര 130 വർഷമാണ് നമ്മൾ ഈ കരാറുമൊക്കെ ഉണ്ടാക്കി, പിന്നെ കരാർ പുതുക്കി, അച്യുതമേനോന്റെ കാലത്ത് കരാർ പുതുക്കി, ഇതെല്ലാം പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. തമിഴ്നാടുമായിട്ടൊന്നും ഒരു ടേബിളിൽ കിട്ടി വരാനോ. ഇപ്പൊ തന്നെ ഇന്നലെ സ്റ്റാലിൻ എവിടെ വന്നു? കേരളത്തിൽ വന്നു, വൈക്കത്ത് വന്നു. മച്ച അവർ ഭയങ്കര കമ്പനിയായി സംസാരിച്ച് അളിയനും മച്ചമ്പി പോലെ പിരിഞ്ഞു. പക്ഷെ ഈ വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പറയാനും പറ്റുന്നില്ല. അപ്പോൾ പക്ഷെ അങ്ങനെ നിന്നപ്പോഴാണ് സുപ്രീം കോടതി കേസ് വന്നത്. സുപ്രീം കോടതി കേസ് വന്നപ്പോൾ സുപ്രീം കോടതി എന്ത് ചെയ്തു? ഒരു കമ്മിറ്റി വെച്ചു. കമ്മിറ്റിയാണ് അധികാരത്തിൽ വന്നപ്പോൾ അങ്ങനെയായിരുന്നു. പിണറായി ഇപ്പൊ എല്ലാം ശരിയാക്കുമെന്നാ പറഞ്ഞു. ഒന്നും ശരിയായില്ല, ഒരു ചർച്ചയും നടന്നില്ല. മനസ്സിലായില്ല, ഒരു ചർച്ചയും നടന്നില്ല. ഇത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സീരിയസ് ആയിട്ട് എടുത്തല്ലേ അങ്ങനെ ചർച്ച നടക്കുള്ളൂ. ഒരു ചർച്ചയും നടന്നില്ല. പിന്നെ മാത്രമല്ല തമിഴ്നാട് അതിനകത്തൊരു അപ്പർ ഹാൻഡ് എടുക്കുന്നുണ്ട്. അവരവിടെ അറ്റകുറ്റപ്പണി. കേരളത്തിന് പൊതുവെ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അപകടം നടന്നതിന് ശേഷമായിരിക്കും എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നതായി പറയും. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇന്നലെ പാലക്കാട് സംഭവിച്ചത് അങ്ങനെ തന്നെയാണ്. ഉരുൾപൊട്ടലിൽ സംഭവിച്ചത് അങ്ങനെ തന്നെയാണ്. പ്രളയത്തിൽ നമ്മൾ എന്തിനു കാത്തിരിക്കും? ഞാൻ പലപ്പോഴും ഞാൻ അങ്ങനെ പറയുന്നത് നെഗറ്റീവ് പറയുകയാണെന്ന് ആരും പറയരുത്. ചാനലിൽ ഇരുന്നിട്ട് പലപ്പോഴും മലയാളി ദുഃഖത്തോടാണ് എന്ത് ചെയ്യുന്നത്,
കൂടുതൽ പ്രതികരിക്കുന്നത്. ദുഃഖത്തോടെ പ്രതികരിക്കേണ്ടെന്നല്ല, നെഗറ്റീവ് കാര്യങ്ങളോടാണ് കൂടുതൽ വൈകാരികമാകുന്നത്. പോസിറ്റീവ് കാര്യങ്ങളോട് അത്ര വൈകാരികത കാണിക്കുന്നവരല്ല നമ്മൾ. അതായത് ഇതിന് മുമ്പേ, അപകടത്തിന് മുമ്പേ ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ പോസിറ്റീവ് കാര്യങ്ങൾ. അപകടം ഒഴിവാക്കാൻ ചെയ്യുന്ന അതിൽ നമുക്കൊരു നെഗ്ലിജൻസ് ഉണ്ട്. ചാനൽ എല്ലാവർക്കും ഉണ്ട്. നമുക്ക് അതിനെന്തോ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനോട് നമുക്കൊരു താല്പര്യക്കുറവ്. പ്രശ്നം വന്നാൽ അതാണ് നമ്മുടെ അന്നം. എല്ലാവരും കിടന്ന് ബഹളം കാണിക്കും, പ്രശ്നം. പക്ഷേ അല്ലാത്തൊരു കാര്യം നമുക്ക് ഇല്ല. നമ്മളിപ്പോൾ ഒരു ചെറിയ ആക്സിഡന്റ് നടന്നു, ആള് മരിച്ചെന്ന് വിചാരിക്കുക, നമ്മളവിടെ കിടന്ന് അട്ടഹാസം ബഹളമായിരിക്കും. അത് മരിച്ചില്ല, നമ്മൾ നോക്കുമ്പോൾ ഒരാൾ തളർന്നു കിടക്കും, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ആശുപത്രിയിൽ കൊണ്ടുപോകില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ഒരാൾ വഴി പോകുമ്പോൾ ഒരാൾ മടഞ്ഞു കൊണ്ട് തളർന്നു പോയി, നമുക്ക് എന്താന്ന് പറഞ്ഞു, അതേസമയം അത്ര ആക്സിഡന്റോ മരണമോ എന്തെങ്കിലും സംഭവിച്ചപ്പോൾ നമ്മളെ കിടന്ന് ഒട്ടവാസം ബഹളവും കാണിക്കും. അതിന് മുമ്പേ നമ്മളെ ആശുപത്രി കൊണ്ടുപോകാൻ സഹായിച്ചിരുന്നെങ്കിൽ ആൾ രക്ഷപ്പെടുമായിരുന്നു. ആ ഒരു പോസിറ്റീവ് മൈൻഡിൻ്റെ ഒരു കുഴപ്പമുണ്ട് കേരളത്തിൽ. ഈ മുല്ലപ്പെരിയാർ ഡാമിൽ തന്നെ ഇത് പരിഹരിക്കാനുള്ള ഒരു സാധ്യതകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. അതിൻ്റെ ചർച്ചകൾ നടത്തില്ല. ഇപ്പോൾ 8 വർഷമാവുന്നല്ലോ സ്റ്റാലിനുമായി ഇന്ത്യ മുന്നണി. എന്തൊക്കെയാണ് ഇന്ത്യ മുന്നണി? നമ്മളുമായിട്ട് നല്ല സൗഹൃദം. മുഖ്യമന്ത്രിയുടെ സ്വന്തം ആള് CPM-ഉം അവരവിടെ സഖ്യത്തിലാണ്. DMK-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീറ്റ്, CPM-ന് ആരുമില്ലാത്തൊരു സീറ്റ് DMK കൊടുത്തിട്ട് ആരെ ജയിപ്പിച്ചെടുത്ത്? CPM-കാരെ ജയിപ്പിച്ചെടുത്തു. അങ്ങനെയൊക്കെ ബന്ധമാണ്. ഇവിടെ വരുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയെ വാനോളം പോഴ്ത്തു, അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി സ്റ്റാലിനെ വാനോളം പോഴ്ത്തും. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വാനോളം പോഴ്ത്തിട്ട് കാര്യമില്ല. ഈ മുല്ലപ്പെരിയാർ പോലുള്ള വിഷയങ്ങളിൽ ചർച്ച നടക്കണ്ടേ? അപ്പോഴാണ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ പറഞ്ഞത്, ഈ എംപവർ കമ്മിറ്റിയുടെ 2ാമത്തെ നിർദ്ദേശമായ ടണൽ നിർമ്മാണത്തിന് ഞങ്ങൾ സാങ്കേതിക സഹായം തരാം. ഞങ്ങൾ പണമല്ലല്ലോ പ്രധാനം, പക്ഷേ നിങ്ങൾ 2 സ്റ്റേറ്റും കൂടി ഇതൊന്ന് ചർച്ച ചെയ്ത് വരൂ. ഇന്നലെയാണ് ഈ ഓർഡർ വരുന്നത്, ഈ കത്ത് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഒരു സംഘടനയ്ക്ക് കിട്ടിയ കത്താണ് എങ്കിൽ പോലും സർക്കാർ ഇതും കൂടി മനസ്സിലാക്കിയിട്ട് ഉണർന്ന് പ്രവർത്തിക്കണം. ആര്? കേരള സർക്കാർ. ഇങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ചുകൂടി സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ഒരു ചിന്തയിൽ ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്തുകൂടെ? അവിടെ ഒരു ചിന്ത വന്നുകൊണ്ടുള്ള ഒരു കത്തെഴുതി, അല്ല അവർ ആലോചിക്കാതെ കത്തെഴുത്തില്ലല്ലോ. സെൻട്രൽ വാട്ടർ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ബോഡിയല്ലല്ലോ. അവിടെ ഇരുന്നൊരു കത്ത് വന്ന് അതിന് മറുപടി അങ്ങോട്ട് എഴുതുന്ന, മറ്റേ ലവ് ലെറ്റർ എഴുതും പോലെ എഴുതുന്നതല്ലോ, അങ്ങോട്ട് എഴുതുന്നതല്ലോ. വളരെ ആലോചിച്ച് ടെക്നിക്കൽ ആളുകളുമായിട്ടൊക്കെ ആലോചിച്ചിട്ടായിരിക്കും കത്തെഴുതുന്നത്. അപ്പോൾ ടണൽ എന്ന് പറയുന്ന സംവിധാനത്തോട് താൽക്കാലികമാണ്. അത് താൽക്കാലികമാണ് കേട്ടോ. സ്ഥിരമായിട്ട് ടണൽ വെച്ചതുകൊണ്ട് കൽപ്പാന്തകാലം പറ്റത്തില്ല. അത് എന്നായാലും അതൊരു തലവേദനയാണ് കേട്ടോ. അത് വലിയൊരു പ്രശ്നമാണ്. 1999 വർഷത്തേക്ക് എന്താ കരാർ വെച്ചിരിക്കുന്നത്? ചെറിയ കാലത്തേക്കല്ല അത് കരാർ വെച്ചിരിക്കുന്നത്. നാമമാത്രമായ തുകയാണ് നമുക്ക് കിട്ടുന്നത്. വലിയ പണമൊന്നും കിട്ടുന്നില്ല ഇന്നത്തെ. അന്ന് കിട്ടുമായിരുന്നു. അന്ന് 40,000 രൂപ കിട്ടുന്ന വലിയ പൈസയാണ്. പക്ഷെ ഇപ്പോഴത്തെ കണക്ക് പിന്നെ വൈദ്യുതി ഉണ്ടാക്കുന്നു, തമിഴ്നാട് വെള്ളം കൊണ്ടുപോയിട്ട് വേറെ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ അതിനകത്തുള്ള ഗുണവും നമുക്ക് വരുന്നില്ല. ആയിക്കോട്ടെ, നമ്മൾ ഇപ്പോൾ ആ വെള്ളം ഇങ്ങോട്ട് എടുത്തതുകൊണ്ട് വെള്ളത്തിന് നമുക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. മുല്ലപ്പെരിയാർ വെള്ളം എടുത്തിട്ട് അതുകൊണ്ട് അവരെടുത്തോട്ടെ. പക്ഷെ നമുക്ക് സുരക്ഷിത ആവശ്യമുണ്ടല്ലോ. നമുക്ക് ഇത്രയും ലക്ഷക്കണക്കിൽ 10-50 ലക്ഷത്തിൽ പരം വരുന്ന ആളുകളുടെ ജീവിതമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ എതിർക്കാൻ കാരണം? തമിഴ്നാടിന്റെ എതിർക്കാനുള്ള കാരണം തമിഴ്നാടിന്റെ ഒരു രാഷ്ട്രീയ വൈകാരിക വിഷയമാണിത്. കാരണം വെള്ളം എന്ന് പറയുന്നത് നമ്മെ പോലല്ല. നമുക്ക് വെള്ളം ധാരാളം ഉണ്ട്. പുതിയ ഡാം നിർമ്മിച്ച അല്ല, ഞാൻ പറഞ്ഞത് പുതിയ ഡാം എന്ന് പറഞ്ഞാൽ പുതിയ കരാർ. പുതിയ ഡാമായാൽ പുതിയ കരാർ. ഉദാഹരണം, വീട് പൊളിഞ്ഞു കിടക്കുന്നു, മെയിൻറ്റെയിൻ. ഇപ്പം നിങ്ങൾ എനിക്ക് വാടകയ്ക്ക് തന്നിരിക്കുന്നു, ഞാൻ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്തൊക്കെ പോകുന്നു. അപ്പം നിങ്ങൾ പറയുന്നു എന്ന് ഇറങ്ങി തന്നാൽ 10 ദിവസം തന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയാക്കി തരാം വീട്. അപ്പോൾ എനിക്ക് സംശയമുണ്ട്, അടിപൊളിയാക്കിയാൽ പിന്നെ നിങ്ങൾ എന്ത് കൂട്ടും? ഉറപ്പല്ലേ? അപ്പോൾ പുതിയ ഡാം എന്ന് പറഞ്ഞാൽ പുതിയ കരാർ. അങ്ങനെയാണല്ലോ. പുതിയ കരാറാകുമ്പോൾ അതിന്റെ ടേംസ് വേറെ. മനുഷ്യന്റെ ജീവനേക്കാൾ വലുതല്ലല്ലോ പണം. അതാണ്. പക്ഷേ പണം മാത്രമല്ല, പുതിയ ടേംസ് വയ്ക്കുമല്ലോ. നിങ്ങൾ വൈദ്യുതി ഉത്പാദിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര രൂപ തരണം, അല്ലെങ്കിൽ ഇത്ര വൈദ്യുതി ഉത്പാദിപ്പിക്കാവൂ. അങ്ങനെ ഒരുപാട് ടേംസ് വയ്ക്കും നമ്മൾ. പുതിയ ഡാമാകുമ്പോൾ പുതിയ കരാർ വരുമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ പഴയ കരാർ പുതിയ ഡാം എന്ന് നമ്മൾ പറയുന്നില്ല. നമ്മൾ പറയുന്നതാണ് പുതിയ ഡാം, പുതിയ കരാറുണ്ടല്ലോ. അപ്പം തമിഴ്നാടിന്റെ ഭയം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു തന്ന പോയിന്റ് അതാണ്, തമിഴ്നാടിന് വെള്ളം എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കാൾ വലിയ, കാരണം വെള്ളമില്ല അവർക്ക്. വെള്ളം, കൃഷി, അവരുടെ വെള്ളമില്ലാത്തൊരു നാടല്ലേ. അപ്പോൾ അവർക്ക് വെള്ളം ഭയങ്കര വൈകാരിക വിഷയമാണ്. അപ്പോൾ ഇപ്പോൾ തമിഴ്നാട്ടിലെ ഗവൺമെന്റ് ഏതെങ്കിലും ഒരു കാര്യത്തിന് കേരളത്തോട് ഒരു ഒത്തുതീർപ്പിന് വന്നാൽ ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ, അവരവിടെ കത്തിക്കും. നമ്മെ പോലല്ല. നമ്മളിവിടെ 75 ദിവസമായിട്ട് സത്യാഗ്രഹം കിടന്നിട്ടും വേറൊരു മനുഷ്യൻ തിരിഞ്ഞു നോക്കുന്നില്ല. അവിടെ അങ്ങനല്ല. അവിടെ ഒരാൾ പിന്നെ ആഹ്വാനം ചെയ്താൽ മതി, ലക്ഷങ്ങളായിരിക്കും ഇവിടെ ഇറങ്ങുന്നത്, തെരുവിൽ ഇറങ്ങുന്നത്, കത്തിക്കലും ബഹളവും. പിന്നെ വേണ്ട ബഹളമായിരിക്കും. നമ്മളെപ്പോലെ അല്ല. തമിഴ്നാടിന് വലിയ വികാരമുള്ളൊരു ജനതയാണ്. ഭാഷ, ജല്ലിക്കെട്ട്,
ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ അവർ വളരെ വികാരമുള്ളൊരു ജനതയാണ്. അതുകൊണ്ടാണ് പൊളിറ്റിക്കലായിട്ട് അവിടെ ഉള്ളവർക്ക് പേടിയാണ് ഈ വിഷയത്തെ തൊട്ടാൽ പേടിയാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ കേരളം വിട്ടുവീഴ്ച. അപ്പൊ നമ്മളെ വിട്ടുവീഴ്ച എന്നുള്ളതല്ല, കേരളത്തിലെ സർക്കാർ ഇതിനകത്ത് ഗൗരവമായി കുറച്ചുകൂടി എന്ത് ചെയ്യേണ്ടതുണ്ട്, മുമ്പോട്ട് പോകേണ്ടതുണ്ട്. ഒന്ന്, കേന്ദ്രത്തിന്റെ ഇപ്പൊ ജല കമ്മീഷനുണ്ട്, കേന്ദ്ര സർക്കാരുണ്ട്. ഇത് കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഒരു പ്രശ്നമായിട്ട് നിന്നാൽ പോരാ, അവിടെയാണ് വിഷയം. ഞാനും നിങ്ങൾ തമ്മിൽ തർക്കം കൂടിയാൽ മൂന്നാതിരിക്കുന്ന ആൾ വന്നൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കണ്ടേ? മൂന്നാതിരിക്കുന്ന ആൾ വെളിയിലുള്ള ആളല്ലല്ലോ, ഒരു ഫെഡറൽ സംവിധാനമല്ലേ നമ്മുടേത്. അപ്പോൾ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ ഇഷ്യൂ ഉണ്ട്. ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട് ഇവിടെ, അവർക്ക് സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഉണ്ട്, ബോഡികളുണ്ട്, മന്ത്രാലയമുണ്ട്, ഒരുപാട് സംവിധാനങ്ങളുണ്ടല്ലോ. അപ്പോൾ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ അടിച്ച് തീർക്കട്ടെ എന്ന് വിചാരിക്കാതെ സീരിയസ് ആയിട്ട് അവരും എന്ത് ചെയ്യണം, ഇതിനകത്ത് ഇടപെടണം. ഇനി ഡാമിന്റെ ഓണർഷിപ്പ് പോലും സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഏറ്റെടുത്താൽ നന്നായിരിക്കുന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഈ തമിഴ്നാട് ഇരിക്കുന്നുണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഓണർഷിപ്പ് തമിഴ്നാട് വെള്ളം എടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു ട്രൈ പാർട്ടി കമ്മിറ്റി നോക്കട്ടെ ഓണർഷിപ്പ്, കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും രണ്ട് സംസ്ഥാനം. ഇതിപ്പോൾ അതല്ല, ഇപ്പോൾ കംപ്ലീറ്റ് സ്ഥലം ആരതാണ്, നമ്മളത്. ഡാം ആരതാണ്, തമിഴ്നാട്ടുകാരത്. ഇതാണ് വിഷയം. നമുക്കവിടെ ഒരു റോളുമില്ല. നമ്മൾ സ്ഥലം കൊടുത്തു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം തന്നു, നിങ്ങൾ വീട് വെച്ചു, എന്നെ പിന്നെ നിങ്ങൾ എവിടെ കയറ്റുന്നില്ല, വീട്ടിൽ കയറ്റുന്നില്ല. പിന്നെ നിങ്ങൾ എപ്പോഴാണ് കയറ്റിയത്, അവിടെ തർക്കവും വഴക്കവും ഒക്കെ വന്നപ്പോൾ കയറ്റി. ഡാമിൽ ചില പൊട്ടലും പരിപാടികളും ചീറ്റലും ഒക്കെ വന്നപ്പോൾ ചില ചർച്ചകളൊക്കെ വെച്ചു. എന്നിട്ട് നമുക്ക് സമ്പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒരു കമ്മിറ്റിയോ കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല. ദൈനംദിന മോണിറ്ററിങ് നടക്കുന്നില്ല. തമിഴ്നാട്ടുകാരാണ് അവിടെ വെള്ളത്തിന്റെ അളവെടുക്കുന്നത്, നമ്മളല്ല, ജോയിന്റ് കമ്മിറ്റിയല്ല. അതൊക്കെ മനസ്സിലാക്കണം. കേരളം സീരിയസ് ആയി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. തമിഴ്നാട്ടുകാരാണ് അവിടെ കണക്കെടുക്കുന്നത്. അവർ പറയുന്ന അളവ് നമ്മൾ എഴുതി കൊണ്ടുവരുന്നത് മാനുവലാണ്, കമ്പ്യൂട്ടറൈസ് ചെയ്ത കാലമാണ്. അപ്പോൾ എല്ലാം പ്രൊഫഷണൽ ആക്കേണ്ട സമയമായി. ഡാമിൻ്റെ ഇപ്പോൾ അവിടെ അറ്റകുറ്റ പണി നടത്താൻ തമിഴ്നാട് ശ്രമിക്കുകയാണ്. കേരളത്തോട് ചോദിച്ചിട്ടാണോ, നമ്മൾ അനുവാദം കൊടുത്തിട്ടാണോ? ഒന്നുമല്ല, അവരുടെ ഡാം അവരുടെ കെട്ടിടം, ഞാൻ പറഞ്ഞില്ലേ, അവരുടെ ബിൽഡിങ് അവരുടെ ഡാം നമ്മുടെ സ്ഥലത്ത്. പക്ഷെ അവിടെ നടക്കുന്ന ഏതൊരു പ്രവൃത്തിയെയും ആ സ്ഥലത്തെ ബാധിക്കുവാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, സ്ഥലത്തെ മാത്രമേ ബാധിക്കുള്ളൂ. ഇങ്ങോട്ട് വരുന്നുണ്ട് താഴെ, 3-4 ജില്ലയാണ് താഴെ കിടക്കുന്നത്. ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ആളുകളാണ് ഉപ്പുതറവുള്ള സ്ഥലങ്ങളിൽ കിടക്കുന്നത്, ജനങ്ങളാണ്, അല്ലാതെ മറ്റേ തടിയും കട്ടയും ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് അത് വലിയ ഗൗരവമായ വിഷയമാണ്. ഇപ്പോൾ ഇതാ ഒരു നൂല് കിട്ടിയിട്ടുണ്ട്. അത് ഒരുപാട് വലിയ നൂലെന്ന് ഞാൻ പറയുന്നില്ല, ചരട് പോലത്തെ വലിയ പടമൊന്നുമല്ല കിട്ടിയത്, പക്ഷെ ഒരു നൂല് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് പിടിച്ച് കയറാൻ പറ്റുമോ എന്ന് നോക്കുക. ഈ സമരസമിതി ഇത് ഗവൺമെന്റുകൾക്കും കൊടുക്കുക. ഇങ്ങനെ ഒരു സംവിധാനം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ സെൻട്രൽ വാട്ടർ കമ്മീഷനുമായിട്ട് വിളിച്ചാൽ, ഇപ്പോൾ ഇവിടുത്തെ മന്ത്രിമാരും ഉണ്ടല്ലോ, 2 മന്ത്രിമാരും നമുക്കുണ്ട്. അപ്പോൾ ഗൗരവമായ ഒരു മേശയ്ക്ക് വിറ്റ് എല്ലാവരെയും കൂടെ കൊണ്ടുവരാൻ പറ്റുമോ, കൊണ്ടുവന്നിട്ട് പുതിയ ഈ സംവിധാനം, ഇപ്പോൾ ഈ പറഞ്ഞ സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഗൗരവമായി ആലോചിക്കുക. എന്നൊരു സാധ്യത വന്നിട്ടുണ്ട്. ഈ സാധ്യത നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി പ്രയോജനപ്പെടുത്തുക. അല്ലെങ്കിൽ അവർക്ക് വെള്ളവും നമുക്ക് സുരക്ഷയെന്ന് പറഞ്ഞിരിക്കാമെന്നുള്ളതല്ലാതെ കലാമിറ്റി വന്നാൽ അവർക്ക് വെള്ളമില്ല, അങ്ങനെയാണല്ലോ. ഡാം പൊട്ടിയാൽ അവർക്ക് വെള്ളവുമില്ല, നമുക്കിവിടെ ജനങ്ങളെ ഇല്ലാതാവും. അതുകൊണ്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കാതെ കൃത്യമായി ചർച്ചയ്ക്ക് വരുത്തുക എന്നുള്ളതാണ് നമ്മുടെ 2 പേരടുത്ത് ചേട്ടന്മാർ അനിയന്മാരുണ്ട്, 2 പേരുണ്ടല്ലോ, ബോബനും മോളിയും ഉണ്ടല്ലോ, നമ്മുടെ 2 അളിയനും മച്ചമ്പിയും കൂടി ഒന്നിച്ചിരിക്കേണ്ട സമയമായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.